പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ആലുവ തോട്ടുമുഖം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കൂട്ടുകാരാണ്. ആദ്യമായി ഒരു ഗോത്രഗീതമാണ് അവതരിപ്പിക്കുന്നത് 7ാം ക്ലാസ് വിദ്യാർത്ഥി അലൻ രതീഷ്, 8ാം ക്ലാസ്സിലെ ധനവർഷ്, ആകാശ് കൃഷ്ണ, അദ്വൈത് കൃഷ്ണ, അജിൽ കൃഷ്ണ, അൻഷിക് രതീഷ്, അദ്വൈത് ദ്രാവിഡ. ഞാൻ ധനവർഷ്, 8ാം ക്ലാസ് വിദ്യാർത്ഥി. വയനാട്ടിലെ തെക്കൻകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിലെ ഗോത്രജന വിഭാഗമായ കാട്ടുനായ്ക്കർ സമുദായത്തിൻ്റെ തനതു കലാരൂപമാണ് കോൽക്കളി. വിഷുവിനോടനുബന്ധിച്ച് തങ്ങളുടെ ആചാരപ്രകാരം 7 ദിവസം വ്രതമെടുത്ത് ആൺപെൺ വേഷങ്ങളിൽ ശരീരത്തിൽ നിറങ്ങളും ചാലിച്ച് ശ്രീ മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിന് സമാനമായി മുളയുടെ കിരീടം ശിരസിലണിഞ്ഞ് ആവേശപൂർവ്വം കൊണ്ടാടുന്ന ചടങ്ങാണിത്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കോൽക്കളി വിവിധ താളങ്ങളിലുള്ള പാട്ടുകളുടെ അകമ്പടിയോടെയാണ് അവതരിപ്പിക്കാറുള്ളത്. ഞങ്ങൾ ആരംഭിക്കട്ടെ. സോ ബന്ദിരേ സോബാനാ ബന്ദിരേ സോ ബന്ദിരേ സോബാനാ ബന്ദിരേ ഒട്ടുതനക്കായി നിനക്കേട്ട ബാളേനെ നാരിന മടിലേ ജേടി സോ ബന്ദിരേ സോബാനാ ബന്ദിരേ കൈപ്പക 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 സ്വാമി ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವ ಸಪ್ಪ 100 ದಾರ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ಕೈಪಗ 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 ಸ್ವಾಮಿ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವ ಸಪ್ಪ 100 ದಾರ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ಕೈಪಗ 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 ಸ್ವಾಮಿ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವ ಸಪ್ಪ 100 ದಾರ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವ ಸಪ್ಪ 100 ದಾರ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ಒಂದು ನಸರು ಪಣಿ ಸುತ್ತಲಡಿಕೊಂಡು ಸುತ್ತಲ ನಿತ್ತು ಗೋಲು ಕೊಡಮ್ಮ ದಾರಿದಂಗೆ ದನಿಕೋಲಮ್ಮ ದನಿಕೋಲು ದನಿಕೋಲಾಡುವ ದಾರಿದಂಗೆ ಎರಡು ನಸರು ಪಣಿ ಸುತ್ತಲಡಿಕೊಂಡು ಸುತ್ತಲ ನಿತ್ತು ಗೋಲು ಕೊಡಮ್ಮ ದಾರಿದಂಗೆ
അടുത്തതായി ഒരു മലയാള കഥയാണ്. കഥ പറയുന്നവർ 5ാം ക്ലാസ്സിലെ അരവിന്ദ്, 6ാം ക്ലാസ്സിലെ അശ്വിൻ, 7ാം ക്ലാസ്സിലെ സനൽ, ആദിത്യൻ എന്നിവർ. അവിശ്വസ്തത വരുത്തിവച്ച വൻ ദുരന്തം. കൂട്ടുകാരെ, ഈ കഥ കേൾക്കൂ. കുപ്പായത്തിന്റെ ഒരു പാതി മഞ്ഞ, മറുപാതി ചുവപ്പ്. മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു നീണ്ട ഉറുമാൽ, കൂടാതെ കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ട്. അതിന്റെ അറ്റത്തായി ഒരു കുഴൽ വാദ്യം തൂങ്ങിക്കിടക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ആരാണ് ഈ വിദ്വാനെന്ന് ഊഹിക്കാമോ? ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതേ കൂട്ടുകാരെ, ഒരു നാടിനെ നന്മയുടെ വാദ്യപുതിർത്ത് രക്ഷ നൽകി. എന്നിട്ടോ ആർക്കും പൊറുക്കാനാകാത്ത വജ്രയുടെ വാക്കുപാറ്റലിൻ്റെ വേദനയിൽ ആ നാടിൻ്റെ മുഴുവൻ ഉള്ളുലച്ച കുരുതു തലമുറയെ മുഴുവൻ മലയടിവാരത്തിലെ ഗുഹാബോധത്തിൽ കയറ്റി എന്നേക്കുമായി അടച്ച ഒരു കുഴലൂത്തുകാരൻ്റെ കഥ. കൂട്ടുകാരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഹാമിലിലെ കുഴലൂത്തുകാരൻ. നദിയുടെ തീരത്തുള്ള അതിമനോജ്ഞമായ ഒരു പട്ടണം. ശുദ്ധവായു, തെളിനീർ, ഫലഭൂയിഷ്ടമായ മണ്ണ്, അധ്വാനികളും സച്ചരിതരുമായ ദേശവാസികൾ, ഐശ്വര്യപൂർണമായ ഒരു ഇടം. പറഞ്ഞിട്ടെന്ത് കാര്യം? ഇതെല്ലാം ഒരു പഴയ കഥ. ഇന്ന് അതെല്ലാം താറുമാറായിരിക്കുന്നു. കാരണം എന്തെന്നല്ലേ? എലികൾ, എലികൾ, സർവത്ര എലികൾ. കിടക്കയിൽ, അലമാരിക്കുള്ളിൽ, അടുക്കളയിൽ, കുളിപ്പുരയിൽ, സ്വീകരണമുറിയിൽ, കലവറയിൽ. എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലിനുള്ളിൽ വരെ എലികൾ അങ്ങനെ മതിച്ചു നടപ്പാണ്. എലികൾ അത്ര കുഴപ്പക്കാരാണോ? എല്ലായിടത്തുമുണ്ട് എലികൾ. അത്യാവശ്യം കുഴപ്പങ്ങളും ഗുണ്ടാമണ്ടികളും അവ ഒപ്പിച്ചു വെക്കുമെങ്കിലും നാം അതൊന്നും അത്ര കാര്യമായി എടുക്കാറില്ല. പക്ഷെ ഹാമലിനിലെ എലികൾ അവർ ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിനാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ അതാ നിരത്തിലൂടെ എലികളുടെ വലിയൊരു ഘോഷയാത്ര. ജനം അമ്പരന്ന് നിൽക്കെ മൂഷികപ്പട എല്ലായിടത്തും വ്യാപിച്ചു വരികി. തെരുവുകളും മുറ്റങ്ങളും വീടുകളും അവർ കയ്യേറി. അവ എവിടെയും പാഞ്ഞു കയറും. ചുവരെ തൂക്കിയിട്ടിരിക്കുന്ന കോട്ടെടുത്തിടാൻ നോക്കുമ്പോൾ അതിന്റെ പോക്കറ്റിനുള്ളിൽ അതാ ഒരെലി. തൊട്ടിലിൽ നീന്തി തുടിക്കുന്നുണ്ടാവും 3-4 കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പലഹാരങ്ങളും ഈ കൊതിയന്മാരായ എലികൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. മേശമേൽ ആഹാരം വിളമ്പി വെക്കേണ്ട താമസം. പിന്നെ അവിടെ അവരുടെ കയ്യാങ്കളിയാണ്. നിങ്ങളുടെ ഉടലിലും കാലിനും ഇടയിലായി എലികൾ കയറി ഇറങ്ങി നടക്കുന്നതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ മൂഷിക ബഹളം കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അന്യോന്യം വർത്തമാനം പറയാൻ വരെ സാധിക്കാതെയായി. കൊച്ചു പൈതങ്ങളെ തൊട്ടിലിട്ട് ആട്ടുമ്പോൾ 2-3 മൂഷികന്മാരും കൂടി അതിൽ കയറി ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടാകും. നഗരപിതാവായ മേയർക്ക് ജനങ്ങളെല്ലാവരും ചേർന്ന് ഒരു നിവേദനം സമർപ്പിച്ചു. നിവേദനം വായിക്കാതെ തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അദ്ദേഹം പലവിധ ആലോചനയോഗം നടത്തി, പലവിധ പ്രതിവിധികളും നടപ്പിലാക്കി. നാട്ടിലുള്ളവർ പോരാതെ മറുനാട്ടിലുള്ള പട്ടണത്തിൽ നിന്നും എലിപിടുത്തക്കാരെയൊക്കെ കൊണ്ടുവന്നു. പല അഭ്യാസങ്ങളും അവരെല്ലാം പയറ്റി നോക്കിയെങ്കിലും എല്ലാം വൻ പരാജയം. അങ്ങനെ അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് 1000 പൊൻപണം സമ്മാനം. കഥയുടെ ആരംഭത്തിൽ ഞങ്ങൾ പറഞ്ഞ ആ മഞ്ഞച്ചുവപ്പ് കുപ്പായക്കാരന്റെ വരവ് ഈ സന്ദർഭത്തിൽ ആയിരുന്നു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. കുഴലൂത്തുകാരൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാൽ 1000 പൊൻപണം പ്രതിഫലം തരുമോ? 1000 10,000 പൊൻപണം തരാൻ തയ്യാർ, മേയർ പറഞ്ഞു. കുഴലൂത്തുകാരന്റെ മുഖത്ത് നേർത്ത് ഒരു മന്ദഹാസം പിരിഞ്ഞു. അയാൾക്ക് ഒരു വിഷാദന്റെ മട്ടുണ്ടായിരുന്നു. ഓഫീസിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിയ പാടെ അയാൾ തന്റെ കുഴൽവാദ്യം ചുണ്ടാടടിപ്പിച്ചു. അത്ഭുതകരമായ ഒരു പ്രത്യേക ഈണം. എങ്ങും നിശബ്ദത. മൂഷികന്മാർ ചാടുകയും ഓടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവെച്ചു. ഈണം പുറപ്പെടുന്ന ദിക്കറിയാൻ അവ ചെവികൾ കൂർപ്പിച്ചു. പിന്നെ നടന്ന കോലാഹലമൊന്നും വിവരിക്കാനാവില്ല. മൂഷികന്മാരുടെ ഒരു കൂട്ടപ്പെരളി നിലവറ കുണ്ടുകളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും മച്ചിൻപുറങ്ങളിൽ നിന്നും അവറ്റകൾ കൂട്ടമായി കുഴൽവാദ്യം പുറപ്പെട്ട ദിക്കിലേക്ക് വാജു. ആളുകൾ നോക്കി നിൽക്കെ കുഴലൂത്തുകാരൻ തെരുവുകളും ഇടവഴികളും പട്ടണങ്ങളും പിന്നിട്ട് മുന്നോട്ട് നീങ്ങി. കുഴലൂത്തുകാരൻ മുന്നിൽ, ലക്ഷോപലക്ഷം മൂഷികന്മാർ പിന്നാലെ. ജനങ്ങൾ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടി. കുഴലൂത്തുകാരൻ നടന്ന്
നടന്ന് വെസർ നദിക്കരയിലെത്തി. അയാൾ നദിയിലിറങ്ങി. കുഴലൂത്തുകാരൻ്റെ പിന്നാലെ പാഞ്ഞ എലികൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി. അവ ഒന്നാകെ പെരുവെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. അവസാനത്തെ എലിയും പുഴയിൽ ചാടും വരെ കുഴലൂത്തുകാരൻ കുഴലൂതിക്കൊണ്ട് അതേ നിൽപ്പു തുടർന്നു. മൂഷികന്മാർ ഒന്നോടെ ചത്തൊടുങ്ങി. ജനങ്ങൾ തെരുവീഥികളിൽ നൃത്തം ചെയ്തു ആർപ്പ് വിളിച്ചു. കുഴലൂത്തുകാരൻ മേയറുടെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ജോലി പൂർത്തിയായിരിക്കുന്നു, തരാം എന്നേറ്റ 1000 പൊന്മണം തരൂ. എന്തു സംഭവിച്ചിട്ടുണ്ടായിരിക്കും? നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ചതിയും വഞ്ചനയും കാര്യം കാണലും, അങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൻ്റെ കളങ്കമായി എല്ലാ കാലങ്ങളിലും നിലനിൽക്കുന്നു. മേയർ എന്തു പറഞ്ഞെന്നോ അദ്ദേഹം ചോദിച്ചു. 1000 പൊൻപണമോ? വെറുതെ ഈ കുഴലെടുത്തുനിന്ന് ഊതി ഒരു രാഗം കേൾപ്പിച്ചതിന് 50 പൊൻപണം ഞാൻ തരാം. വേണമെങ്കിൽ ഒരു ബഹുമതി ചിഹ്നം കൂടി കൊത്തിത്തരാം. അല്ല പിന്നെ. എന്തായാലും എലികൾ ചത്തൊടുങ്ങി കിട്ടി. ഇനി എന്തിനാ 1000 പൊൻപണം വെറുതെ കളയണം? മേയർ ചിന്തിച്ചു. നിങ്ങൾ എനിക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം 1000 തരികയില്ല? ഇല്ല, 50-ൽ കൂടുതൽ ഒരു ചില്ലി പോലും നിങ്ങൾക്ക് തരില്ല. കുഴലൂത്തുകാരൻ ഒരക്ഷരം പോലും പറയാതെ പുറത്തോട്ടിറങ്ങി പട്ടണത്തിന്റെ പ്രധാന വീതിയിലെത്തി. ഒരിക്കൽ കൂടി അയാൾ ആ കുഴൽവാദ്യം ചുണ്ടോട് ചേർത്തു. ആ മനോഹരമായ ഗാനം ഹാമിലിനിൽ എങ്ങും ഒഴുകി നടന്നു. അപ്പോഴതാ അണിയണിയായി ആ നഗരത്തിലെ കുട്ടികൾ അങ്ങനെ കുഴലൂത്തുകാരൻ്റെ പിന്നാലെ കൂടി. മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്നവരും വീട്ടിനുള്ളിൽ വിശ്രമിക്കുന്നവരും അമ്മമാരുടെ മടിയിൽ മയങ്ങിക്കിടന്ന പൈതങ്ങൾ വരെ അവരോടൊപ്പം ചേർന്നു. അച്ഛനമ്മമാർ കണ്ട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും കുട്ടികളെ പിന്തിരിപ്പിക്കാനായില്ല. തീരത്തുകൂടി നടന്ന് കുഴലൂത്തുകാരനും കുട്ടികളും ഒരു മല ലക്ഷ്യമാക്കി നീങ്ങി. മലയുടെ മുന്നിലെത്തിയപ്പോൾ അയാൾ പുതിയൊരു രാഗം പൊഴിച്ചു. അതാ ഒരു വാതിൽ തുറന്നു വരുന്നു. അയാൾ കുട്ടികളെ അതിനുള്ളിലേക്ക് ആനയിച്ചു. കുട്ടികൾ തുള്ളിച്ചാടി അതിലേക്ക് കടന്നു. കുട്ടികൾ എല്ലാവരും കൂട്ടമായി ഏതോ ഒരിടത്തേക്ക് പോയി മറഞ്ഞു. ഒരു ബാലൻ മാത്രം ഏറെ പിന്നിലായിരുന്നു. അവൻ എത്തിയപ്പോഴേക്കും ഗുഹാവാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ കൂട്ടുകാരെ പേര് ചൊല്ലി വിളിച്ചു. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല കേൾക്കാൻ. അതിൽ പിന്നെ കുഴലൂത്തുകാരനെയോ കുട്ടികളെയോ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്തായാലും അതിനുശേഷം ഒറ്റ എലി പോലും പട്ടണത്തിൽ പ്രവേശിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നിയോഗം പോലെ ഹാമേലിനിലെത്തി തിന്മ ഇല്ലാതാക്കിയ കുഴലൂത്തുകാരനും വാക്ക് പാലിക്കാത്ത നന്മുഖിയായ മേയറും 2 വിരുദ്ധ കഥാപാത്രങ്ങളാണ്. നന്ദിയില്ലായ്മ നാടിനാപത്ത്. അതെ, നന്ദിയില്ലായ്മ നാടിനാപത്ത്. വഞ്ചനയില്ലാത്ത നന്മ പടർത്തുന്ന സ്വർഗ സംഗീതം നമ്മുടെ ജീവിതങ്ങളെ നേർവഴിക്ക് നയിക്കട്ടെ. 1000 പൊൻപണത്തേക്കാൾ വില നമ്മുടെ വാക്കിനും നൽകി മാതൃകാ വിദ്യാർത്ഥികളായി തീരാം. കഥ കൂട്ടുകാർക്ക് ഇഷ്ടായോ? അടുത്തത് ഒരു നാടൻ പാട്ടാണ്. പാടുന്നത് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അരവിന്ദൻ CG. കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ. കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ. കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണേ. മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർന്നപ്പോ പോയതാണേ. കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണേ. മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർന്നപ്പോ പോയതാണേ. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ,
ഉണ്ണിടമ്മ ഇന്നെങ്ങോ പോയി. ഉമ്മ കൊടുക്കാണ്ട് അമ്മിന്ന കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിന്നെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിടമ്മ ഇന്നെങ്ങോ പോയി. ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിന്നെങ്ങോ പോയി. കർക്കിടക പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണിടമ്മ. ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ. ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ. എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ. കഥകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന് ആദരമർപ്പിച്ചുകൊണ്ട് കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു കഥാവിഷ്കാരം. പങ്കെടുക്കുന്നത് 6ാം ക്ലാസ്സിലെ സൂര്യൻ, ലോകേഷ്, നിവേദ് കൃഷ്ണ, അശ്വിൻ, ബോധിമിത്ര, ഗൗതം കൃഷ്ണ, വാസുദേവ്. 8ാം ക്ലാസ്സിലെ ആഷ്ലിയും അഭിജിത്ത് ARഉം ചേർന്നു. The rightful inheritors of the earth. Ashwin, others, Gautam, come fast. Have you seen that tall gentleman? Yeah, who is that person? Do you know him? Not exactly, but surely he is a gentle, generous, and wise human being. You are correct. He is a lover of nature. Look at him. He is relaxing in his easy chair. I doubt that he is speaking to the birds and animals around him. Oh, now I understood. He is a great writer in Malayalam. Yes, a Malayalam fiction writer. He is also a freedom fighter too. Oh, really? Haven't you heard of his great stories? ഭൂമിയുടെ അവകാശികൾ എൻ്റെ ഉപ്പുപ്പയ്ക്കിലാന ഉണ്ടായിരുന്നു. You are correct, Ashwin. I have seen these books in our library. He is a real sultan of stories. Look at his house. He is living in an old and traditional house. Oh, it's a wonderful farm with a variety of trees. Hey, don't make noise. Let's listen to him. Now, I am the owner of a tiny little piece of this wide earth. I am so happy and proud. I have a 2-acre plot. It has a number of coconut trees. All of them have so many coconuts. I will get plenty of money. I will make a fence around my boundary. Oh, what a fool I am. Boundary. Oh, boundary. Ha ha ha. Who cares for my boundary? Ha ha ha. Over my head, here comes the trespassers. Birds, butterflies, Crows, raccoons, hawks, Mongooses. rats and bats. Come on, dear. You are not trespassers. Besides we, you two are rightful inheritors of this piece of land. Others, have you heard a sound? Yes, a hissing sound. Oh God. Hey, who is this one without paws or wings? Dear friends, can you make a guess? Yes, a cobra. You had better leave my 2-acre plot. Oh, again a fool. Where shall it go? This whole earth has been taken over by man. Bit by bit. From the rightful inheritors of the earth. Yes, they are the true inheritors of this earth. This is a great lesson. We are putting tiles everywhere. We are destroying precious wildlife. Let's respect the rightful inheritors of the earth. Love nature. Save nature.
Respect all creatures because they are the rightful inheritors of the earth. പ്രിയ കൂട്ടുകാരെ, ആകാം നമുക്ക് നന്മ മുകളങ്ങൾ, തിളങ്ങാം നമുക്ക് താരകങ്ങളായി, യോജിച്ചുണരാം, ജീവിച്ചുയരാം, നാടിനു വേണ്ടി, നന്മയ്ക്കൊപ്പം എന്ന ആപ്തവാക്യവുമായി ഞങ്ങൾ നിർത്തുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് പരിപാടികൾ അവതരിപ്പിച്ചത് ആലുവ തോട്ടുമുഖം ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ. നിർവഹണം ലൗലി, സഹായം ബിന്ദു വേണു.